എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ നെയ്യപ്പമാണ് ഉണ്ടാക്കുന്നത്. 1.5 കിലോ അരി വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക. 2 മണിക്കൂർ വെള്ളത്തിലിട്ടാൽ മതി. അതിലേക്ക് അരി പൊടിക്കുമ്പോൾ തന്നെ 2 സ്പൂൺ നല്ല ജീരകവും 5-6 ഏലക്കായും കൂടി ഇട്ട് പൊടിച്ചെടുക്കുക. 1 കിലോ ശർക്കര ഉരുക്കിയതും 1 നാളികേരം ചെരിയതും ഒരു ചെറിയ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ പൊടിക്ക് ഒരു മയം കിട്ടാൻ വേണ്ടിയാണ് ഒരു പഴം ചേർക്കുന്നത്. നാളികേരം എല്ലാം ഇട്ട് കൊടുത്തു. ഇനി പഴം കൈ വെച്ച് തന്നെ നന്നായിട്ട് നന്നായിട്ട് തിരുമ്പി കൊടുക്കണം. അതിൽ നന്നായിട്ട് യോജിക്കണം. പഴവും പൊടിയെല്ലാം കൂടിയിട്ട് യോജിപ്പിക്കുക. നല്ല പഴുത്ത പഴമാകുമ്പോൾ പെട്ടെന്ന് തിരുമ്പിയെടുക്കാൻ പറ്റും. കുറേശ്ശെയായിട്ട് ശർക്കര നീര് ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടാതെ നോക്കണം. വെള്ളം കൂടിയാൽ അപ്പം ശരിയാവില്ല. വീണ്ടും 1 സ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ കറുത്ത എള്ളും 2 സ്പൂൺ നെയ്യും ഒഴിച്ച് കൊടുക്കുക. ഒരു മണിക്കൂർ വെച്ചാൽ മതി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ പൊടിയും നന്നായിട്ട് ഇത് യോജിച്ചു. അതിൽ ശർക്കര നീരിൽ നന്നായിട്ട് മയമാക്കി കുഴയ്ക്കണം. ഇതേപോലെ നല്ല മയമായിരിക്കണം. കുഴച്ച് കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ചട്ടി വെച്ച് നമുക്ക് അപ്പം ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. നന്നായിട്ട് മൊരിപ്പിച്ചെടുക്കണം അപ്പം. ഇതേപോലെ തന്നെ എല്ലാതും നമുക്ക് ചുട്ടെടുക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. അറിയാത്തവർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. വിഷുവായിട്ട് നെയ്യപ്പം ഉണ്ടാക്കാമല്ലോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് നെയ്യപ്പം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ അപ്പവും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്തു. ഒരു ഉരുളി നിറയെ അപ്പം എനിക്ക് കിട്ടി.